ഹലോ എവ്രി വൺ, പ്ലാന്റ് സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഫേൺസിനെ കാണാം. അവ ഭംഗിയായിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും ഉള്ള ടിപ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബോസ്റ്റൺ ഫേൺ ആണ്. ഈ ഫേൺ നോക്കൂ, ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. നല്ല ഹെൽത്തിയാണ്, നല്ല നിറച്ച് ലീവ്സ് എല്ലാം ഉണ്ട്, നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വളരണമെങ്കിൽ നമുക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണൂ, വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതൊരു സെമി ഇൻഡോർ സ്പേസിലാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റ് ചെയ്യേണ്ടത് നല്ലതാണ്. കാരണം ഇതിന് നല്ല വെള്ളം ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ മിസ്റ്റ് ചെയ്യുക, ഇടയ്ക്കൊക്കെ ഇന്ന് മിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ലീവ്സ് എല്ലാം നല്ല ഡാർക്ക് ഗ്രീൻ ആവും. അല്ലെങ്കിൽ അതിൻ്റെ ഗ്രീനിഷ് കളറെല്ലാം പോയി ഒരു പെയിലായി മാറാറുണ്ട് ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ. അപ്പോൾ 2 നേരം നനയ്ക്കുകയും ചെയ്യാം, അതേപോലെ ഇടയ്ക്കൊന്ന് മിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് ഫിഷ് ടെയിൽ ഫേൺ. എല്ലാ ഫേൺസിൻ്റെയും ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് കേട്ടോ. ഇതിന് ഫിഷ് ടെയിൽ ഫേൺ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നോക്കൂ, ഇതിൻ്റെ ലീവ്സിന് കണ്ടോ ഒരു ഫിഷിൻ്റെ ടെയിലിൻ്റെ ഒരു ലുക്കില്ലേ, കണ്ടോ? ഇതാ ഫിഷ് ടെയിൽ. അതുകൊണ്ടാണ് ഇതിന് ഫിഷ് ടെയിൽ ഫേൺ എന്ന പേര് കിട്ടിയത്. ഇതും കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനെ നമുക്ക് മിസ്റ്റ് ചെയ്യാം. ഇത് ട്രീ ഫേൺ. ഇതിന് കണ്ടോ ഒരു ചെറിയ പനയുടെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ? ഈ ഫേൺസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ റൂട്ട്സ് ഒന്നും അധികം ഡീപ്പായി പോവില്ല. അതുകൊണ്ട് നല്ല കാറ്റുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഒന്നും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കാറ്റടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഇത് പോവുമെന്ന് ഞാൻ വിചാരിച്ചു. അവസാനം ഞാൻ എന്ത് ചെയ്തു അറിയും, ഇങ്ങനെ പെബിൾസ് വെച്ച് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയി. ഇപ്പോൾ കാറ്റടിച്ചാലും ഒരു ഇളക്കമൊന്നുമില്ല. കണ്ടോ, ഇത് നല്ല സ്ട്രോങ് ആയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ് ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സെൻറ്റർ പാർട്ട് കണ്ടോ, അവിടെ കണ്ടോ നല്ല സ്പൈറലായിട്ട് പുതിയ ലീഫ് വരുന്നത് കാണാം. വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവിടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടെൻഡർ ലീഫെല്ലാം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റർ പാർട്ടിൽ വെള്ളം വീഴാണ്ട് വേണം ഇത് നനയ്ക്കാൻ. ഇത് ഫോക്സ് ടെയിൽ ഫേൺ. ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ? കുറുക്കൻ്റെ ഒരു വാലിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഇതിന് ഫോക്സ് ടെയിൽ ഫേൺ എന്ന പേര് വന്നത്. ഇത് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഒരു നഴ്സറിയിൽ ഇത് മഞ്ഞ നിറമൊക്കെ ആയിട്ടൊരു ഗ്രോ ബാഗിൽ ഒരു വൃത്തിയില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയും ഞാനത് വാങ്ങി ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കി. ഇപ്പോൾ റിപ്പോർട്ടൊക്കെ ചെയ്തപ്പോൾ അത് നല്ല ഭംഗിയായി വരുന്നുണ്ട്. ഫോക്സ് ടെയിൽ ഫേണിൻ്റെയും ട്രീ ഫേണിൻ്റെയും അപ്ഡേറ്റ്സ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം. അതുകൂടാതെ അതിൽ ഫോട്ടോസും ഗാർഡനിങ് ടിപ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതും ബോസ്റ്റൺ ഫേണിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് മറ്റേതിൻ്റെ അത്ര തിക്കായിട്ടില്ല. ഇത് കുറച്ചായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട്. ഇത് ഗ്രോത്ത് വരുന്നേ ഉള്ളൂ. കണ്ടോ പുതിയ തൈകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ മുളച്ച് വരുന്നുണ്ട്. ഇതാ ഒരെണ്ണം, ഇവിടെയും വേറൊരെണ്ണം വരുന്നുണ്ട്. ഇത് വാങ്ങുമ്പോൾ ആകെ ഈ ഒരൊറ്റൊരു തണ്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ തൈകളൊക്കെ മുളച്ച് ഇനി ഇതും നിറഞ്ഞ് ഇതും നല്ല ബുഷിയായി വരും. ഈ ഫേൺസൊക്കെ ഇതേപോലെ ഭംഗിയായിരിക്കാൻ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. രണ്ടാമത് അതിൻ്റെ പോട്ട് സെലക്ഷനും. റിക്വയർമെൻറ്റ്സിൽ ഒരു 3-4 കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് അതിൻ്റെ എൻവയോൺമെൻറ്റ് ഒന്ന്, പിന്നെ സൺലൈറ്റ്, വാട്ടറിങ് ആൻഡ് ഫെർട്ടിലൈസിങ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എവിടെ വെച്ചാലാണ് നമ്മളത് പൊസിഷൻ മാറ്റി മാറ്റി നോക്കണം. എവിടെ വെച്ചാലാണ് അത് നന്നായി വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഞാൻ ഈ പ്ലാന്റിനെ ആദ്യം, ഈ ബോസ്റ്റൺ ഫേണിനെ ആദ്യം ഒരു സെറാമിക് പോട്ടിലാക്കിയിട്ട് ഉള്ളിൽ ജനലിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. ലിവിങ് റൂമിലെ ജനലിൽ വളരെ ചെറുതായിരുന്നു അന്ന്. പക്ഷേ അത് ഓരോ ദിവസവും അതിൻ്റെ ഓരോരോ ലീഫായി കൊഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇതിവിടെ വെച്ചാൽ അതവിടെ സർവൈവ് ചെയ്യില്ലയെന്ന്. അപ്പം ഞാൻ അതിനെ ആ സെറാമിക് പോട്ടിൽ നിന്ന് മാറ്റി സാധാരണ ഒരു മൺചട്ടിയിലാക്കി പുറത്ത് കൊണ്ടുവന്ന് അത് സൺഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് നന്നായി നനയ്ക്കാൻ തുടങ്ങി. അതേപോലെ അതിന് നാച്ചുറലായിട്ട് മഞ്ഞും ഇതൊക്കെ കിട്ടാൻ തുടങ്ങി. പുറത്ത് കൊണ്ടുവന്ന് വെച്ചല്ലോ. പക്ഷെ ഉള്ളിലാവുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സെറാമിക് പോട്ടിലായിരുന്നു. അതിനടിയിൽ വലിയ ഡ്രെയിനേജ് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലാവുകൊണ്ട് നമ്മൾ ആ നനയ്ക്കൽ അത്ര കെയർഫുൾ ആയിരുന്നില്ല. അതായത്
നല്ലപോലെ വെള്ളം ഒഴിച്ചിരുന്നില്ല. പുറത്തേക്ക് വെള്ളം ഒലിച്ച് വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ നനയ്ക്കലിലൊന്നൊരു പിശുക്ക് കാണിച്ചിരുന്നു. പക്ഷേ ഇത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അങ്ങനെ നന്നായി നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇത് നന്നായി വളരാൻ തുടങ്ങി. അത് പുറത്തേക്ക് ഒക്കെ തൈകൾ മുളയ്ക്കാൻ തുടങ്ങി. ആ കോൺക്രീറ്റ് ഇതിലേക്ക് പോലും അതിൻ്റെ തൈകൾ മുളയ്ക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ട കണ്ടീഷൻസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനൊക്കെ മാറ്റി നല്ല വലിയ ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് മാറ്റി നട്ടു. ഇന്ന് നോക്കൂ, ഈ പോട്ട് ഇവിടെ ഞങ്ങൾ 2 തരം പോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരു ഇന്നർ പോട്ട് ഉണ്ട്. ഇതിന് നമ്മൾ നന്നായി നനയ്ക്കുമ്പോൾ അധികമുള്ള വെള്ളം ഈ ഔട്ടർ പോട്ടിലേക്ക് കളക്റ്റ് ആവും. പിന്നെ സോയിലിലെ മോയ്സ്ചർ കുറയണതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം കയറിക്കോളും. അപ്പോൾ ഫേൺസിന് എപ്പോഴും ആ സോയിൽ മോയ്സ്ചർ നിലനിർത്താൻ പറ്റിയിട്ടാണ് ഇത് നന്നായി വളരുന്നത്. അതേപോലെ ഈ ഫേൺസ് എല്ലാം നമുക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വേണം വെക്കാൻ. അല്ലെങ്കിലും ഇതിൻ്റെ ഗ്രോത്ത് കുറയും. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൻ്റെ മേലെ അടിച്ചാൽ എന്ത് ചെയ്യും, ഇലയൊക്കെ ഫെയ്ഡായി ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വരും. ഇതിങ്ങനെ ഇത് കണ്ടു, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഉണങ്ങിയ ഇല കാണാനില്ലേ, ഇതേപോലെ ഇതിങ്ങനെ നിറയെ വീഴാൻ തുടങ്ങും. അങ്ങനെ കൊഴിഞ്ഞ് അതെല്ലാം പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വെള്ളം നല്ല ഇഷ്ടമാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേനൽക്കാലങ്ങളിലും നല്ല കാറ്റുള്ള സമയത്തൊക്കെ ഇതൊന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ വാട്ടറിങ് നമുക്ക് 2 നേരം നനയ്ക്കാം. കാരണം ഈ ചെടികൾ നല്ലപോലെ വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അതുകൊണ്ട് നന്നായി നനയ്ക്കണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം അതിൽ കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ വേണ്ടത് അതിൻ്റെ ഫെർട്ടിലൈസിങ് ആണ്. ഫെർട്ടിലൈസിങ് അത്ര കാര്യമായിട്ട് ചെയ്യാനില്ല കേട്ടോ. മാസത്തിലൊരിക്കലൊക്കെ വളരെ കുറച്ച്, അത് അധികമാവണ്ട, വളരെ കുറച്ച് NPK, ഒരു നുള്ള് NPK വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അത്രേ ഇതിന് ഫെർട്ടിലൈസിങ് ചെയ്യാറുള്ളൂ. പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയപ്പോൾ അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും സോയിലും കൂടെ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സാണ്. ഇത്രയാണ് പോട്ടിംഗ് മിക്സിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ പോട്ടിൻ്റെ കണ്ടില്ലേ, ഞങ്ങൾ 2 തരം പോട്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടാണ്. ഇതിൽ വെള്ളം ഒഴിച്ചാൽ എക്സ്ട്രാ വെള്ളം ഈ അടിയിൽ ഇവിടെ കളക്റ്റ് ആവും. അപ്പോൾ ഇത് നിറഞ്ഞ് പുറത്തേക്ക് പോകാൻ മാത്രമൊന്നും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇവിടെ കളക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ വെള്ളം കഴിയുന്നതിനനുസരിച്ച് കയറിക്കോളും. പക്ഷേ ഇതിലെപ്പോഴും വെള്ളം നിന്നാൽ ഒരു പ്രശ്നമുണ്ട്, അതിൽ കൊതുക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും അപ്ലിക്കബിളാണ്. അതിൻ്റെ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കുകയാണ് ശ്രമകരമായ പണി. അത് നിങ്ങൾക്ക് വിത്ത് പ്രാക്ടീസിൽ വരും. ആദ്യം നിങ്ങൾക്ക് ഒന്ന് ചെയ്യാനുള്ളത് അതിൻ്റെ സ്പോട്ട് മാറ്റി വെച്ച് നോക്കുക എന്നുള്ളതാണ്. എവിടെ അത് ഭംഗിയായി വളരാൻ തുടങ്ങി അതായിരിക്കും അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ. അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി വളരും. പിന്നെ അതിന് വേണ്ട ബാക്കി കണ്ടീഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.